നമസ്കാരം കൂട്ടുകാരെ. വിടാമുയർച്ച എന്ന ചലച്ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞോടുകയാണല്ലോ. ആ ചലച്ചിത്രം ഇൻസ്പയർ ചെയ്യപ്പെട്ടിരിക്കുന്നത് ബ്രേക്ക് ഡൗൺ എന്ന 1997 പുറത്തിറങ്ങിയ അമേരിക്കൻ ചലച്ചിത്രമായ ബ്രേക്ക് ഡൗണിൽ നിന്നുമാണ്. അതിന്റെ പേരിൽ നടന്ന കേസും വിവാദവും ഒക്കെ നിങ്ങളും കേട്ടിരിക്കുമല്ലോ. സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ബ്രേക്ക് ഡൗണിന്റെ ഈച്ച കോപ്പിയാണ് വിടാമുയർച്ചി എന്നുവരെ പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ബ്രേക്ക് ഡൗൺ എന്ന ചലച്ചിത്രത്തിന്റെ കഥ നമുക്കൊന്ന് കേട്ടുനോക്കിയാലോ. സിനിമയുടെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് യാത്രയിലുള്ള ഒരു ഭാര്യയെയും ഭർത്താവിനെയും പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അവർ തങ്ങളുടെ പുതിയ ജീപ്പിൽ ബോസ്റ്റണിൽ നിന്ന് സാന്റിയാഗോയിലേക്കുള്ള യാത്രയിലായിരുന്നു. ജെഫ് ടൈലർ എന്നാണ് ഭർത്താവിന്റെ പേര്, ഭാര്യ എമി. അവരിരുവരും സന്തോഷത്തിലായിരുന്നു. യാത്രയിൽ എമി മയങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ടൈലർ വണ്ടിയോടിക്കുന്നു. സുഖകരമായ ആ യാത്രക്കിടയിൽ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ഒരു ട്രക്ക് അവരുടെ വണ്ടിക്ക് വട്ടം വന്നു. വെള്ളമെടുക്കാനായി ടൈലർ തിരിഞ്ഞപ്പോഴായിരുന്നു പെട്ടെന്നത് സംഭവിച്ചത്. വണ്ടിയിൽ ഇടിക്കാതെ ടൈലർ പെട്ടെന്ന് ജീപ്പ് വെട്ടിച്ചു മാറ്റി. എന്നിരുന്നാലും ഒരു ഷോക്കിംഗ് അനുഭവം ടൈലർക്ക് അനുഭവപ്പെട്ടിരുന്നു. ഒന്നും നോക്കാതെ റോഡിന് നടുവിലേക്ക് അങ്ങനെ ട്രക്ക് കൊണ്ടുവന്ന ആ ട്രക്ക് ഡ്രൈവറെ ടൈലർ കണക്കിന് ചീത്ത വിളിച്ചു. ആ ട്രക്ക് ഡ്രൈവറുടെ പേര് ഏളെന്നായിരുന്നു. ഈ സംഭവത്തോടെ ഉറക്കത്തിലായിരുന്ന എമി ഞെട്ടി ഉണർന്നിരുന്നു. എന്താ സംഭവിച്ചത് എന്ന് എമി ചോദിച്ചു. കാര്യങ്ങൾ ടൈലർ വിശദീകരിച്ചു. വീണ്ടും അവർ യാത്ര തുടർന്നു. യാത്രക്കിടയിൽ അവരൊരു ഗ്യാസ് സ്റ്റേഷനിൽ നിർത്തുകയാണ്. ഗ്യാസ് സ്റ്റേഷനിൽ നിന്ന് കുറച്ച് സാധനങ്ങളും ഗ്യാസ് ഫില്ലിങ്ങും ഉണ്ടായിരുന്നു. സ്റ്റേഷനിൽ നിന്നും കുറച്ച് ഓയിൽ വാങ്ങിയിരുന്ന ടൈലർ അത് തന്റെ വണ്ടിയിൽ ഒഴിച്ചു. ടൈലർ വണ്ടിയിൽ ഓയിൽ ഒഴിച്ചുകൊണ്ടിരിക്കെ നേരത്തെ ട്രക്ക് ഓടിച്ച് വഴിമധ്യത്തിലേക്ക് വന്നയാൾ ടൈലറുടെ അടുത്തേക്ക് വരികയാണ്. ദേഷ്യത്തിലായിരുന്നു അയാളുടെ വരവ്. അവിടെ വെച്ചൊരു സീനുണ്ടാക്കണ്ട എന്ന് കരുതി ടൈലർ പറഞ്ഞു, എന്റെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങളെ ഞാൻ ചീത്ത വിളിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ പ്രവർത്തിച്ചതും ശരിയായ രീതിയിലല്ല. അവർ തമ്മിൽ ചെറിയ വാക്കുതർക്കം നടന്നു. ശേഷം ഏൾ അവിടെ നിന്ന് മാറി. ഏൾ പോകുമ്പോഴായിരുന്നു ഗ്യാസ് സ്റ്റേഷനിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും എമി ഇറങ്ങി വരുന്നത്. എമിയോടും അയാളോട് മര്യാദക്ക് വണ്ടി ഓടിക്കാൻ പറ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഏൾ പോയത്. അതാരാ എന്ന് ചോദിച്ച് എമി ടൈലറുടെ അടുത്തെത്തി. അതൊരാൾ, അതൊക്കെ വിട്ടുകള എന്ന് പറഞ്ഞ് ടൈലർ എമിയെ വണ്ടിയിൽ കയറ്റി. വീണ്ടും അവർ യാത്ര തുടരുകയാണ്. ആ സമയത്താണ് എമി ടൈലറിന് താൻ മേടിച്ച ഡോണറ്റ്സിന്റെ പാക്കറ്റ് കാണിച്ചു കൊടുക്കുന്നത്. അതിലൊരു കണ്ടസ്റ്റ് ഉണ്ടായിരുന്നു. കണ്ടസ്റ്റിൽ വിജയിച്ചാൽ $90,000 അല്ലെങ്കിൽ 90,000 ഡോണറ്റ്സ് കിട്ടും. എമി ഇക്കാര്യം പറഞ്ഞ് അവർ സംസാരിച്ചു നിൽക്കെ പെട്ടെന്ന് അവരുടെ പുതിയ വാഹനം ബ്രേക്ക് ഡൗൺ ആയി. എന്താ സംഭവിച്ചത്? ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആവേണ്ട കാര്യമില്ലല്ലോ എന്ന് ചിന്തിച്ച് ടൈലർ പുറത്തേക്കിറങ്ങി. തനിക്കറിയാവുന്ന പോലെ ബോണറ്റൊക്കെ തുറന്നു വെച്ച് എന്താ സംഭവിച്ചത് എന്ന് നോക്കാൻ തുടങ്ങി. തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പരിശോധിച്ചെങ്കിലും എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. വണ്ടിയാണെങ്കിൽ സ്റ്റാർട്ടാവുന്നുമില്ല. ഒറ്റപ്പെട്ട ഒരു പ്രദേശത്തായിരുന്നു വണ്ടി ബ്രേക്ക് ഡൗൺ ആയത്. ടൈലർ ഫോൺ എടുത്ത് ആരെങ്കിലും വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവിടെ ആണെങ്കിൽ റേഞ്ചും കിട്ടുന്നില്ല. ഇനി എന്തു ചെയ്യും എന്നറിയാതെ ടൈലർ നിൽക്കുമ്പോഴാണ് ആ വഴിക്ക് നേരത്തെ പ്രശ്നമുണ്ടാക്കിയ വ്യക്തി തന്റെ വാഹനത്തിൽ വരുന്നത്. അയാൾ അവരെ മൈൻഡ് ചെയ്യാതെ വണ്ടി മുമ്പോട്ട് ഓടിച്ചു പോയി. കുറെ ദൂരം പിന്നിട്ട ശേഷം ഒരിടത്ത് ഒതുക്കി നിർത്തി അവരെ നിരീക്ഷിക്കാൻ ആരംഭിച്ചു. ടൈലറും എമിയും അവിടെ തുടരുമ്പോൾ അതേ വഴിയിൽ ഒരു ട്രക്ക് വന്നു. ആ ട്രക്കിന് കൈകാട്ടി അവർ സഹായത്തിന് അഭ്യർത്ഥിച്ചു. ട്രക്ക് വന്നതും നേരത്തെ അവരെ നോക്കിക്കൊണ്ടിരുന്നയാൾ അവിടെ നിന്നും വണ്ടിയെടുത്ത് പോയിരുന്നു. ട്രക്ക് ഡ്രൈവറോട് ടൈലർ കാര്യങ്ങൾ വിശദീകരിച്ചു. സഹായത്തിന് അഭ്യർത്ഥിച്ചു. ട്രക്ക് ഡ്രൈവറും ഒന്ന് നോക്കി. ശേഷം പറഞ്ഞു, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ കുറച്ചങ്ങോട്ടേക്ക് മാറിയാൽ ഒരു ചെറിയ റെസ്റ്റോറന്റ് ഉണ്ട്. റെസ്റ്റോറന്റിൽ എത്തിയാൽ അവിടെ നിന്നും എന്തെങ്കിലും സഹായം ലഭിക്കും. പക്ഷെ തന്റെ പുതിയ വാഹനം അങ്ങനെ വഴിയിലിട്ടിട്ട് പോവാൻ ടൈലറിന് മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ പൊക്കോളൂ, മറ്റെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ ടൈലർ നിന്നപ്പോ എമി മുന്നിട്ട് വന്നു. താൻ ട്രക്കിൽ പോകാം, ഹോട്ടലിൽ പോയി എന്തെങ്കിലും സഹായം കിട്ടുമോ എന്ന് നോക്കാം. നിങ്ങൾ വാഹനത്തിനടുത്ത് തുടർന്നോളൂ എന്ന് എമി പറഞ്ഞു. കുഴപ്പമില്ലാന്ന് ടൈലറിനും തോന്നി. എമിയെ ടൈലർ അവിടെ നിന്ന് ട്രക്കിൽ പറഞ്ഞയച്ചു. എമി പോയ ശേഷം ടൈലർ അവർ തിരിച്ചു വരുവാൻ വെയിറ്റ് ചെയ്തു. കുറെ സമയം പിന്നിട്ടിട്ടും എമിയെ കാണുന്നുണ്ടായിരുന്നില്ല. അതോടെ വീണ്ടും ടൈലർ തന്റെ വണ്ടി മൊത്തത്തിലൊന്ന് പരിശോധിക്കുകയാണ്. ആ പരിശോധനയിൽ ടൈലർ ഒരു കാര്യം മനസ്സിലാക്കി. ആരോ മനഃപൂർവ്വം ജീപ്പിന്റെ ബാറ്ററി കണക്ഷൻ വെടിയിപ്പിച്ചിരിക്കുകയാണ്. ടൈലർ അത് കണക്ട് ചെയ്തു. പിന്നാലെ വണ്ടിയെടുത്ത് സ്റ്റാർട്ട് ചെയ്ത് എമി പോയിരിക്കാൻ സാധ്യതയുള്ള ആ ഹോട്ടൽ ലക്ഷ്യമാക്കി പോയി. വൈകാതെ ഹോട്ടലിലേക്കും എത്തിച്ചേർന്നു. പക്ഷെ അവിടെ എത്തി സംസാരിക്കുമ്പോൾ ആരും എമി എന്നൊരു ലേഡിയെ കണ്ടിട്ടേയില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹോട്ടൽ ഉടമയോടും ടൈലർ എടുത്തു ചോദിച്ചു. പക്ഷെ തങ്ങൾ കണ്ടിട്ടേയില്ല എന്നായിരുന്നു അയാളുടെയും മറുപടി. ടൈലറിൽ അതൊരു ഞെട്ടലുണ്ടാക്കുന്നുണ്ട്. പുറത്തേക്കിറങ്ങിയ ടൈലർ പിന്നീട് തിരിച്ചു വന്ന് ഹോട്ടൽ ഉടമയോട് ഒരു കാര്യം കൂടി പറഞ്ഞു. അവളുടെ പേര് എമി എന്നാണ്. അവൾ ഇനി എങ്ങാനും ഇങ്ങോട്ടേക്ക് വന്നാൽ ഇവിടെ വെയിറ്റ് ചെയ്യാൻ അവളോട് പറയണം. ടൈലർ പുറത്തേക്കിറങ്ങി വാഹനവും എടുത്ത് അവൾ പോയ ട്രക്ക് തിരയാൻ ആരംഭിച്ചു. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ എമി കയറിപ്പോയ ആ ട്രെയിലർ ട്രക്ക് ടൈലർ നോക്കിക്കാണുന്നുണ്ട്. ഹോണടിച്ച്
വണ്ടി നിർത്തിക്കാൻ ടൈലർ ശ്രമിച്ചെങ്കിലും ട്രക്ക് ഡ്രൈവർ വണ്ടി നിർത്തുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ആ ട്രക്കിന് വട്ടമിട്ട് ടൈലർ വണ്ടി നിർത്തിച്ചു. ശേഷം ഇറങ്ങിച്ചെന്ന് ട്രക്ക് ഡ്രൈവറുടെ അടുക്കൽ എമിയെപ്പറ്റി തിരക്കി. എമി എന്നൊരു വ്യക്തിയെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത പോലായിരുന്നു അയാളുടെ മറുപടിയും പെരുമാറ്റവും. ടൈലറിന് കാര്യമൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ട്രക്കിൽ കയറി എമിയുണ്ടോ എന്നുവരെ ടൈലർ പരിശോധിച്ചു. എമി ട്രക്കിൽ ഉണ്ടായിരുന്നില്ല. എന്തു ചെയ്യുമെന്നറിയാതെ ടൈലർ നിൽക്കുമ്പോൾ ആ വഴിക്കൊരു പോലീസ് കാർ വന്നു. ടൈലർ ഓടിച്ചെന്ന് കൈ കാണിച്ച് പോലീസുകാരനെ നിർത്തി. ബോയിഡ് എന്നായിരുന്നു ആ പോലീസുകാരന്റെ പേര്. ബോയിഡിനോട് ടൈലർ കാര്യങ്ങൾ വിശദീകരിച്ചു. ബോയിഡ് ട്രക്കിലും ട്രക്ക് ഡ്രൈവർ റെഡ് ബാറിനരികിലും പരിശോധന നടത്തി. ഒടുവിൽ റെഡ് ബാറിൽ ഒരു തെറ്റും കാണാതെ റെഡ് ബാറിനോട് പൊക്കോളാൻ ബോയിഡ് പറഞ്ഞു. നിങ്ങളുടെ ഭാര്യ മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ വഴിയിൽ പ്രശ്നമുണ്ടാക്കുകയല്ല വേണ്ടതെന്നും അടുത്ത ടൗണിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അവിടെ പോയി കംപ്ലൈന്റ് കൊടുക്കാനും ബോയിഡ് ടൈലറിന് ഉപദേശിച്ചു. അങ്ങനെ ഡെപ്യൂട്ടി ഷെരീഫുള്ള ടൗൺ ഓഫ് ബ്രാക്കറ്റിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ടൈലർ പുറപ്പെടുകയാണ്. അവിടെത്തി ടൈലർ കംപ്ലൈന്റ് ഫയൽ ചെയ്തു. പക്ഷെ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോഴാണ് ടൈലർ അത് ശ്രദ്ധിച്ചത്. അവിടെ ഒരു ബോർഡ് മുഴുവൻ ഇതുപോലെ മിസ്സിംഗ് കേസുകൾ, അതിന്റെ ലുക്കൌട്ട് നോട്ടീസുകൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ തന്റെ ഭാര്യയെയും കിട്ടാൻ പോകുന്നില്ല എന്നൊരു തോന്നൽ ടൈലറിൽ വന്നു. അതൊക്കെ അവിടെയുള്ള പോലീസുകാരൻ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ആ പോലീസുകാരൻ പറഞ്ഞു, ഇവിടെ ഒരുപാട് ആളുകൾ മിസ്സിംഗ് ആവുന്നുണ്ട്. പക്ഷെ അതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളുടെ ഭാര്യയെ കണ്ടെത്താൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കും. ഡെപ്യൂട്ടി ഷെരീഫുമായി സംസാരിച്ച ശേഷം കംപ്ലൈന്റും ഫയൽ ചെയ്ത് ടൈലർ തിരികെ ഹോട്ടലിലേക്ക് പോവുകയാണ്. അവിടെത്തി എമി വന്നിരുന്നോ എന്ന് വീണ്ടും ടൈലർ തിരക്കി. പക്ഷേ ഹോട്ടൽ ഓണറും അവിടെയുള്ള മറ്റുള്ളവരും ടൈലറെ കളിയാക്കുകയും നിങ്ങളുടെ ഭാര്യയെ കണ്ടിട്ടേയില്ല എന്ന് പറയുകയുമായിരുന്നു ചെയ്തത്. ആ സമയം അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി പറഞ്ഞു, നിങ്ങൾ റെസ്റ്റ് റൂമിൽ നോക്കിയിരുന്നോ? ചിലപ്പോ അവർ അവിടെ ഉണ്ടെങ്കിലോ? അത് കേട്ടതും ടൈലർ റെസ്റ്റ് റൂമിന്റെ ഭാഗത്തേക്ക് ചെന്നു. അവിടെത്തിയ ടൈലർ ഏതൊരു സ്ത്രീ ഛർദ്ദിക്കുന്ന ശബ്ദമായിരുന്നു കേട്ടത്. എമി എന്ന് വിളിച്ച് അവൻ വാതിലിൽ മുട്ടിയപ്പോ അബദ്ധത്തിൽ വാതിൽ തുറന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു, എമി ആയിരുന്നില്ല. ടൈലർ തിരികെ എത്തി ഹോട്ടൽ ഓണറോട് വീണ്ടും എമിയെപ്പറ്റി ചോദിച്ചു. ഹോട്ടൽ ഓണർ അപ്പോൾ ബില്ലുകൾ പരിശോധിക്കുകയായിരുന്നു. ആ ബില്ലുകൾ നോക്കിക്കോട്ടെ എന്ന് ടൈലർ ചോദിച്ചെങ്കിലും ഹോട്ടൽ ഓണർ സമ്മതിച്ചില്ല. ബലം പ്രയോഗിച്ച് എമിയുടെ ബില്ല് ആ കൂട്ടത്തിലുണ്ടോ എന്നറിയാൻ ടൈലർ ശ്രമിച്ചെങ്കിലും ഹോട്ടൽ ഉടമ ടൈലറിനെതിരെ തോക്ക് ചൂണ്ടി. അതോടെ ടൈലറിന് അവിടെ നിന്ന് പുറത്തേക്കിറങ്ങേണ്ടി വരികയാണ്. പുറത്തിറങ്ങിയ ടൈലർ ഒരു പബ്ലിക് ബൂത്തിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ ശ്രമിച്ചു. ഫോൺ ചെയ്യുന്ന സമയത്താണ് ഏതോ ഒരു പയ്യൻ തന്റെ കാർ വൃത്തിയാക്കുന്നത് ടൈലറുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ടൈലർ അങ്ങോട്ടേക്ക് ചെന്നു. കുറച്ച് മാനസിക ബുദ്ധിമുട്ടുള്ള പോലെ കാണപ്പെട്ട ഒരു പയ്യനായിരുന്നു അത്. ബില്ലി എന്നായിരുന്നു അവൻ പേര് പറഞ്ഞതും. ജെഫ് അടുത്തെത്തിയതും അവൻ സംസാരിച്ചു. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ നോക്കുവല്ലേ? ഒരു സ്ത്രീ ട്രക്കിൽ വരുന്നത് ഞാൻ കണ്ടിരുന്നു. ആ സ്ത്രീ ആ ട്രക്കിൽ നിന്ന് വേറൊരു ട്രക്കിൽ കുറച്ചാളുകളുടെ കൂടെ കയറിപ്പോയി. ഈ കാര്യം നീ പോലീസുകാരോട് പറയോ? ടൈലർ ചോദിച്ചെങ്കിലും അതിന് ബില്ലി വിസമ്മതിച്ചു. പോലീസുകാർക്കും ഇതിൽ പങ്കുണ്ട് എന്നായിരുന്നു ബില്ലിയുടെ മറുപടി. അവർ ഏതു വഴിക്കാ പോയത് എന്ന് ഞാൻ പറയാം. തൊട്ടടുത്തൊരു നദിയുണ്ട്, ആ പ്രദേശത്തേക്കാ പോയിരിക്കുന്നേ. അത് കേട്ടതും ടൈലർ തന്റെ വണ്ടിയെടുത്ത് അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ വഴി ബ്ലോക്കായിരുന്നു. വണ്ടി തിരിച്ച് അവിടെ നിന്ന് പോവാൻ ടൈലർ ശ്രമിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ടൈലറിന്റെ പിന്നിലായി ഒരു ട്രക്ക് വന്നു നിന്നിരുന്നു. കഥയുടെ തുടക്കത്തിൽ ടൈലറുമായി പ്രശ്നമുണ്ടാക്കിയ ഏളെന്ന വ്യക്തിയായിരുന്നു അത്. ഏളൊരു തോക്കെടുത്ത് ടൈലറെ ഷൂട്ട് ചെയ്യാൻ ഇറങ്ങി. അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ ടൈലർ വേഗത്തിൽ വണ്ടിയോടിച്ച് മുമ്പോട്ട് പോവുകയാണ്. പിന്നെ നടന്നത് ഒരു ചേസിംഗ് ആയിരുന്നു. ഏൾ പിന്നാലെ ട്രക്കുമായി പാഞ്ഞു. ടൈലർ മുന്നിലും. ചേസിംഗിനൊടുവിൽ ഒരു ഘട്ടത്തിൽ റോഡ് ബ്ലോക്ക് കണ്ട് ടൈലറിന് വണ്ടി തിരിക്കേണ്ട വന്നു. വണ്ടി നേരെ മലഞ്ചെരുവിൽ നിന്ന് നദിയിലേക്ക് വീഴുകയായിരുന്നു ചെയ്തത്. നദിയിൽ വീണ ജീപ്പിൽ നിന്നും ടൈലർ പുറത്തു ചാടാൻ ശ്രമിച്ചു. ഏളെപ്പോഴും ടൈലറെ ഷൂട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. രക്ഷപ്പെട്ട ടൈലർ നീന്തി കരയ്ക്ക് കയറി. സുരക്ഷിതമായ ഒരിടത്ത് നിന്ന് മറിഞ്ഞിരുന്ന ടൈലർ ഏളെന്താണ് ചെയ്യുന്നത് എന്ന് നിരീക്ഷിക്കാൻ നോക്കി. അങ്ങോട്ടേക്ക് വന്നിരുന്ന കുറച്ചാളുകൾ ചേർന്ന് തന്റെ ജീപ്പ് ഒരു ട്രക്കിൽ നദിയിൽ നിന്നും കയറ്റുന്നത് ടൈലർ നോക്കിക്കണ്ടിരുന്നു. എന്താ നടക്കുന്നത് എന്ന് ടൈലറിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഐ എന്ന പേരുള്ള മറ്റൊരു വ്യക്തിയായിരുന്നു ടൈലറുടെ കാർ ട്രക്കിലേക്ക് കയറ്റിക്കൊണ്ടിരുന്നത്. ഈ സമയം ഒരു ശബ്ദം കേട്ട് ടൈലർ തിരിഞ്ഞു നോക്കി. ടൈലറിന്റെ പിന്നിലായി ടൈലറിന് അങ്ങോട്ടേക്ക് വഴി പറഞ്ഞു കൊടുത്ത ബില്ലി ഉണ്ടായിരുന്നു. ബില്ലി തോക്കിന്റെ പാത്തിക്ക് ടൈലറെ അടിച്ചു വീഴ്ത്തി. പിന്നീട് ബോധം വന്ന് കണ്ണു തുറക്കുമ്പോൾ ടൈലർ ഒരു കാറിന്റെ ഡിക്കിയിലായിരുന്നു, ബന്ധിക്കപ്പെട്ടിരുന്നു. ബില്ലിയും മീളും ടൈലറിന്റെ കൺമുമ്പിൽ നിൽക്കുന്നു. അവരൊരു ടീമാണെന്നും ഇതൊക്കെ അവരുടെ പ്ലാനിന്റെ ഭാഗമായിരുന്നു എന്നും ടൈലർ ആ നിമിഷം തിരിച്ചറിഞ്ഞു. ബില്ലി പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ എമി ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. റെഡ് ബാറാണ് ഞങ്ങളുടെ നേതാവ്. $90,000 നിങ്ങളുടെ അക്കൗണ്ടിലുണ്ട് എന്ന് നിങ്ങളുടെ ഭാര്യ പറഞ്ഞിട്ടുണ്ട്. ആ പണം തന്നാൽ നിങ്ങളുടെ ഭാര്യയെയും നിങ്ങളെയും സുരക്ഷിതമായി വിട്ടയക്കാം. ടൈലറിന്റെ അക്കൗണ്ടിൽ അത്രയും പണമൊന്നുമില്ല. റെഡ് ബാറിന്റെയും മറ്റും അടുത്തു നിന്ന് രക്ഷപ്പെടാനായിരിക്കും എമി അത്തരത്തിൽ കളവ് പറഞ്ഞത് എന്ന് ആ നിമിഷം ടൈലർ മനസ്സിലാക്കി. പണം തരാം എന്ന് ടൈലർ സമ്മതിച്ചു. കൃത്യമായി പറഞ്ഞാൽ വരുന്ന വഴിയിൽ ഒരു ഡോണറ്റിന്റെ കോമ്പറ്റീഷന്റെ കാര്യം എമി പറയുന്നു
പറയുന്നുണ്ടായിരുന്നല്ലോ, അതിൽ നിന്നായിരിക്കും അവൾ $90,000 കഥ മെനഞ്ഞത് എന്നും ടൈലർ ഊഹിച്ചെടുത്തിരുന്നു. ഡിക്കിയിൽ നിന്ന് ടൈലർ പുറത്തു വന്നപ്പോൾ അവിടെ റെഡ് ബാറും ഉണ്ടായിരുന്നു. റെഡ് ബാർ ടൈലറിന് നിർദ്ദേശങ്ങൾ കൊടുത്തു. അവർ നിൽക്കുന്ന ആ ഇടത്തു നിന്ന് നോക്കിയാൽ ടൗൺ ഓഫ് ബ്രാക്കറ്റ് കാണാമായിരുന്നു. ടൗൺ ഓഫ് ബ്രാക്കറ്റിൽ പോയി ബാങ്കിൽ നിന്ന് പണമെടുത്തു വരണമെന്നും ബാക്കി നിർദ്ദേശങ്ങൾ തങ്ങൾ നൽകാമെന്നും അവർ ടൈലറിനെ അറിയിച്ചു. ടൈലർ അങ്ങനെ അവരുടെ ഭീഷണിക്ക് വഴങ്ങി നേരെ ബാങ്കിൽ പോയി പണമെടുക്കാൻ അക്കൗണ്ട് ചെക്ക് ചെയ്തു. ആകെ ഉണ്ടായിരുന്നത് $5,000 ആയിരുന്നു. തന്റെ അവസ്ഥയൊക്കെ അവിടുത്തെ ജീവനക്കാരനെ ധരിപ്പിച്ച് രക്ഷപ്പെടാനുള്ള സഹായം ടൈലർ അഭ്യർത്ഥിച്ചെങ്കിലും ഒന്നും നടപടിയാവുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ തുടർന്നാൽ ശരിയാവില്ല എന്ന് ടൈലറിന് മനസ്സിലായി. ടൈലർ ബാങ്കിൽ നിന്നും മാർക്കഡ് മണി റിബൺസും ലെറ്റർ ഓപ്പണറും മോഷ്ടിച്ച് തന്റെ $5,000 വാങ്ങി പുറത്തു കടന്നു. കുറച്ച് $100 നോട്ടുകളും കുറേയധികം $1 നോട്ടുമായിരുന്നു ടൈലർ വാങ്ങിച്ചെടുത്തത്. ടൈലർ വിദഗ്ധമായി 2 $100 നോട്ടുകൾക്കിടയിൽ കുറേയധികം $1 നോട്ടുകൾ വെച്ച് കെട്ടുകളാക്കി ഒറ്റ നോട്ടത്തിൽ $100 കെട്ടുകളാണ് എന്ന് തോന്നത്തക്ക രീതിയിൽ അറേഞ്ച് ചെയ്തു. ടൈലർ പിന്നാലെ ബാങ്കിന് വെളിയിലേക്ക് ഇറങ്ങി. അപ്പോൾ അതാ അവിടുത്തെ ഒരു പബ്ലിക് ടെലിഫോൺ ബൂത്തിൽ ഫോൺ തുടർച്ചയായി റിംഗ് ചെയ്യുന്നു. ടൈലർ പോയി ആ ഫോൺ എടുത്തു. മറുവശത്തുണ്ടായിരുന്ന വ്യക്തി ടൈലറോട് സംസാരിച്ചു. മറുവശത്തുള്ള വ്യക്തി അവനോട് അടുത്തുള്ള റെയിൽവേ ഗേറ്റിനടുത്തേക്ക് വരാൻ പറഞ്ഞു. ടൈലർ അങ്ങോട്ടേക്ക് നടന്നതും ടൈലറെ പിക്ക് ചെയ്യാൻ ട്രക്ക് എത്തിയിരുന്നു. ഏളിന്റെ ട്രക്കായിരുന്നു അത്. ടൈലർ ട്രക്കിലേക്ക് കയറി. ട്രക്കിൽ കയറിയതും ഏൾ ടൈലറെ ബന്ദിയാക്കി പിന്നാലെ കൊണ്ടുപോകാൻ ആരംഭിച്ചു. ഇടയ്ക്ക് അയാൾ ടൈലറെ മർദ്ദിക്കുകയും ചെയ്യുന്നുണ്ട്. ടൈലറുടെ പക്കലുള്ള പൈസ നോക്കിക്കണ്ടതും ഏൾ വലിയ സന്തോഷത്തിലായി. ഏളുടൻ തന്റെ കൂട്ടാളികൾ വിളിച്ച് പണം കിട്ടിയ കാര്യം അറിയിച്ചു. പിന്നാലെ ടൈലറോട് പറച്ചിലും തുടർന്നു. നിന്റെയും ഭാര്യയുടെയും ഡീലിംഗ് വളരെ എളുപ്പമായിരുന്നു. എന്തായാലും നിങ്ങളെ ഞങ്ങൾ കൊന്നുതള്ളും. അയാൾ വീണ്ടും പണമെടുത്ത് മണത്ത് നോക്കാനും മറ്റും ആരംഭിച്ചിരുന്നു. അപ്പോഴാണ് പണക്കെട്ടിലെ വ്യത്യാസം അയാൾ ശ്രദ്ധിക്കുന്നത്. ഇതിനിടയിൽ ടൈലർ ആണെങ്കിൽ ബാങ്കിൽ നിന്ന് താനെടുത്ത ലെറ്റർ ഓപ്പണർ, അതായത് ചെറിയൊരു കത്തി ഉപയോഗിച്ച് തന്റെ കയ്യിലെ കെട്ടുമുറിച്ചു മാറ്റാൻ തുടങ്ങിയിരുന്നു. നോട്ടുകെട്ടിൽ ടൈലർ ചെയ്ത തട്ടിപ്പ് ഏൾ തിരിച്ചറിയും എന്ന് മനസ്സിലാക്കിയ ഘട്ടത്തിൽ തന്റെ കയ്യിലെ കെട്ടടക്കം മുറിച്ചു മാറ്റിയിരുന്ന ടൈലർ ലെറ്റർ ഓപ്പണർ ഉപയോഗിച്ച് ഏളിനെ കടന്നാക്രമിച്ചു. പിന്നെ അവിടെ വലിയൊരു പിടിവലിയും സ്ട്രഗിളും നടക്കുകയാണ്. ഇതിനിടയിൽ വാഹനം നിയന്ത്രണം വിട്ട് റോഡിലൂടെ ഓടുന്നുണ്ടായിരുന്നു. ഒടുവിൽ വിദഗ്ധമായി ഏളിനെ ടൈലർ ബന്ദിയാക്കി. പിന്നാലെ അതേ ട്രക്ക് ടൈലർ മുമ്പോട്ട് ഓടിച്ചു. ആ സമയമായിരുന്നു ഒരു പോലീസുകാർ ഏളിന്റെ ട്രക്കിനെ ഫോളോ ചെയ്തു വന്നത്. ട്രക്ക് ഒതുക്കാൻ ആ പോലീസുകാരൻ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ടൈലർ ട്രക്ക് ഓടിക്കുന്ന സ്പീഡ് കണ്ടിട്ടായിരുന്നു ബോയിഡ് പിന്നാലെ ചേസ് ചെയ്തുവെന്ന് അത് പറഞ്ഞത്. ടൈലർ പിന്നാലെ വണ്ടി ഒതുക്കി. ടൈലർ പുറത്തിറങ്ങി ബോയിഡിനോട് കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിച്ചെങ്കിലും ടൈലറിന്റെ രൂപവും അവസ്ഥയും ഒക്കെ കണ്ട് ബോയിഡ് വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. ടൈലറാണ് കുറ്റവാളി എന്ന് കരുതി ബോയിഡ് ടൈലറോട് കീഴടങ്ങാൻ പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും ഏൾ ബന്ദിയാക്കപ്പെട്ടിരുന്ന ബന്ധനമൊക്കെ പൊട്ടിച്ച് പുറത്തിറങ്ങിയിരുന്നു. ഏൾ ബോയിഡിനെ വെടിവെച്ച് വീഴ്ത്തി. ടൈലർ ഇതിനിടയിൽ താഴേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ടൈലറെ പിന്തുടർന്ന് വെടിവെച്ച് കൊല്ലാൻ ഏൾ അങ്ങോട്ടേക്ക് വന്നിരുന്നു. ഭാഗ്യവശാൽ ജീവൻ പോവാതിരുന്ന ബോയിഡാകട്ടെ ഏളിനെ വെടിവെച്ച് വീഴ്ത്തി. പിന്നാലെ ടൈലർ കയറി വന്നു. പരിക്കേറ്റിരുന്ന ബോയിഡിന്റെ വയർലെസ്സിൽ നിന്നും ആംബുലൻസിന് നിർദ്ദേശം കൊടുത്ത് എമിയെ അന്വേഷിക്കാനായി ഉടനടി അവിടെ നിന്ന് ട്രക്ക് എടുത്ത് പുറപ്പെട്ടു. ട്രക്കുകളൊക്കെ നിർത്തിയിടുന്ന വലിയൊരിടത്തേക്കായിരുന്നു ടൈലർ എത്തിച്ചേർന്നത്. ഇവരുടെയൊക്കെ മെയിൻ തലവനായ റെഡ് ബാർ അവിടെ ഉണ്ടാകും എന്നൊരു സൂചന ഏളിൽ നിന്നും അവന് ലഭിച്ചിരുന്നു. അത്തരത്തിലായിരുന്നു അവൻ അങ്ങോട്ടേക്ക് എത്തിയത്. ട്രക്ക് കണ്ടെത്താൻ, റെഡ് ബാറിനെ കണ്ടെത്താൻ ടൈലർ ശ്രമിച്ചെങ്കിലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു ഘട്ടത്തിൽ ബൂത്തിൽ ഫോൺ ചെയ്തു നിൽക്കുന്ന റെഡ് ബാറിനെ ടൈലർ കണ്ടെത്തി. അത്ര നേരമായിട്ടും ഏൾ വരാത്തതിൽ റെഡ് ബാറിന് കുറച്ച് സംശയങ്ങൾ തോന്നുന്നുണ്ടായിരുന്നു. എന്തായാലും പെണ്ണിനെ ഇനിയും വെച്ചുകൊണ്ടിരിക്കുന്നത് സുരക്ഷിതമല്ലെന്നും തന്റെ വീട്ടിലേക്ക് അവളെ മാറ്റുന്നതാണ് സുരക്ഷിതം എന്നും ഫോണിലൂടെ മറ്റാരോടോ അയാൾ പറയുന്നുണ്ടായിരുന്നു. റെഡ് ബാർ പിന്നാലെ തന്റെ ട്രക്ക് എടുത്ത് പോവാൻ തുടങ്ങിയപ്പോ ടൈലർ അതിനുള്ളിൽ കയറിപ്പറ്റി മറഞ്ഞിരുന്നു. യാത്രക്കൊടുവിൽ ആ ട്രക്ക് എത്തിച്ചേർന്നത് ഒരു ഫാം ഹൗസിലേക്കായിരുന്നു. ട്രക്ക് എത്തിയതും റെഡ് ബാറിന്റെ ഭാര്യയും മകനും അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. മകനോട് കളപ്പുര തുറക്കുവാൻ റെഡ് ബാർ ആവശ്യപ്പെട്ടു. അവൻ പോയി കളപ്പുര തുറന്നു. റെഡ് ബാർ അകത്തേക്ക് കയറുന്നതിനൊപ്പം ആരുടെയും കണ്ണിൽപ്പെടാതെ മുകൾ വശത്തുകൂടെ ടൈലറും കയറിപ്പറ്റിയിരുന്നു. അതിനുള്ളിൽ നിരവധി ആളുകളുടെ വസ്തുക്കളും മറ്റും ടൈലർ നോക്കിക്കണ്ടു. ഇതിനു മുമ്പ് ഒരുപാട് പേരെ അവർ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെന്നും കൊന്നു തള്ളിയിട്ടുണ്ടെന്നും ആ വസ്തുക്കളൊക്കെ കണ്ടപ്പോ ടൈലറിന് ബോധ്യപ്പെടുന്നുണ്ട്. പിന്നാലെ അങ്ങോട്ടേക്ക് അയ്യും ബില്ലിയും കൂടി വന്നെത്തി. അവരൊരു ചാക്കുകെട്ട് പോലൊന്ന് പുറത്തിറക്കിയിരുന്നു.
അതിനുള്ളിൽ എമി ബന്ധനസ്ഥയായിട്ടുണ്ടായിരുന്നു. എമിയെ അവർ സുരക്ഷിതമായി കളപ്പുരയിലെ നിലവറയ്ക്കുള്ളിലേക്കിട്ടടച്ചു. ഇതൊക്കെ മറിഞ്ഞു നിന്ന് ടൈലർ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. മുകളിൽ മറിഞ്ഞു നിൽക്കുന്ന ടൈലറെ എമിയും നോക്കിക്കണ്ടു. ഇതിനിടയിൽ റെഡ് ബാറിന്റെ പേര് വാരൻ എന്നാണെന്നും പണ്ട് മുതലേ അവരൊരു ടീമായി നിരവധി ടൂറിസ്റ്റുകളെ കൊലപ്പെടുത്തലും മറ്റും ചെയ്തിട്ടുണ്ട് എന്നും ടൈലർ കേട്ടറിഞ്ഞു. അവരൊക്കെ കളപ്പുരയ്ക്ക് പുറത്തുപോയതും ടൈലർ അകത്തേക്ക് ഇറങ്ങി വന്ന് നിലവറ തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതോടെ അവിടെ നിന്നും ഒരു തോക്ക് സംഘടിപ്പിച്ച് ടൈലർ നേരെ റെഡ് ബാറിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. തോക്ക് ചൂണ്ടി റെഡ് ബാറിനോട് നിലവറയുടെ താക്കോൽ ആവശ്യപ്പെട്ടു. പക്ഷേ റെഡ് ബാർ അവിടെ ഒന്ന് പേടിച്ചിരിക്കുകയായിരുന്നു. കൂട്ടത്തിൽ ഭാര്യയും മകനുമുണ്ട്. ഭാര്യയാണെങ്കിൽ ഒന്നും മനസ്സിലാവാത്ത പോലെ ഇരിക്കുന്നു. റെഡ് ബാറിന്റെ ക്രൂരകൃത്യങ്ങളെ പറ്റിയൊന്നും ഭാര്യയ്ക്ക് അറിവുണ്ടായിരുന്നേയില്ല. അയ്യും ബില്ലിയും റെഡ് ബാറും ഭാര്യയും ടേബിളിലിരിക്കുമ്പോ മകൻ അവിടെ ഉണ്ടായിരുന്നില്ല. ടൈലർ അവരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കെ മകൻ തോക്കെടുത്ത് ടൈലർ നേരെ ചൂണ്ടിക്കൊണ്ട് കടന്നു വന്നു. നിങ്ങളൊരു കള്ളനാണെന്നും തോക്ക് താഴ്ത്താനും മകൻ പറയുന്നുണ്ടായിരുന്നു. റെഡ് ബാർ മകനോട് കള്ളനെ കണ്ടാൽ എന്തു ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ലേ, ഷൂട്ട് ചെയ്യുന്ന വിളിച്ചു പറഞ്ഞു. പിന്നാലെ റെഡ് ബാറിന്റെ ഭാര്യയും മകനോട് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞതും മകൻ ട്രിഗർ അമർത്താൻ തുടങ്ങിയിരുന്നു. ടൈലർ വേഗത്തിൽ തോക്ക് തട്ടിമാറ്റി. അതിൽ നിന്നും പാഞ്ഞ വെടിയുണ്ട അയ്യുടെ ശരീരത്തിൽ തുളച്ചു കയറിയിരുന്നു. പിന്നെ പറയണ്ടല്ലോ, ടൈലർ തോക്കെടുത്ത് ഏവരെയും ഒന്നുകൂടി ഭീഷണിപ്പെടുത്തി. നിലവറയുടെ താക്കോലെടുത്ത് കളപ്പുരയുടെ അകത്തേക്ക് അവരുമായി ടൈലർ എത്തി. റെഡ് ബാറിന്റെ ഭാര്യയോട് നിലവറ തുറക്കാൻ ആവശ്യപ്പെട്ടു. അവരത് ചെയ്തതും അതിനകത്ത് അടച്ചു വെക്കപ്പെട്ട നിലയിൽ എമി ഉണ്ടായിരുന്നു. എമി പുറത്തെത്തി. അപ്പോഴായിരുന്നു റെഡ് ബാറിന്റെ ഭാര്യയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. പിന്നാലെ റെഡ് ബാറിനെയും സംഘാംഗങ്ങളെയും ടൈലർ നിലവറയ്ക്കകത്തിട്ട് പൂട്ടി. റെഡ് ബാറിനെ അടിച്ചിടുമ്പോൾ അയാൾ ടൈലറോട് പറഞ്ഞു, നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നാലെ നിലവറ പൂട്ടിക്കൊണ്ട് ടൈലർ പുറത്തു കടന്നു. എമിക്കൊപ്പം അവിടെ നിന്നും കിട്ടിയ ഒരു ട്രക്ക് എടുത്ത് രക്ഷപ്പെടാനുള്ള ശ്രമം ആരംഭിച്ചു. പക്ഷേ അപ്പോഴേക്കും ബില്ലി എത്തി നിലവറയിൽ അടയ്ക്കപ്പെട്ട റെഡ് ബാറിനെയും മറ്റും മോചിപ്പിച്ചിരുന്നു. പിന്നെ പറയണ്ടല്ലോ, അവരൊന്നടങ്കം അവരവരുടെ വണ്ടികളിൽ ടൈലറെ ആക്രമിക്കാനെത്തി. പിന്നെ നടന്നത് കാർ ചേസിംഗും ഫൈറ്റിംഗ് ഇവന്റ്സുമായിരുന്നു. നീണ്ടുനിന്ന ഫൈറ്റിംഗ് ഇവന്റ്സിൽ ആദ്യം ഒരു സ്ഫോടനത്തിൽ ബില്ലി കൊല്ലപ്പെട്ടു. ഇതിനിടയിൽ റെഡിന്റെ ട്രക്കിൽ നിന്ന് ട്രെയിലർ വിട്ടുപോയിരുന്നു. അതിലേക്ക് അയ്യുടെ വണ്ടി വന്നിടിച്ചു. ആകെ തകരുകയും ചെയ്തു. റെഡ് ബാർ അപ്പോഴും ട്രക്കുമായി ടൈലറിനും എമിക്കും പിന്നാലുണ്ടായിരുന്നു. നീണ്ടുനിന്ന പോരാട്ടത്തിനൊടുവിൽ എമിയുടെയും ടൈലറിന്റെയും വണ്ടി ഒരു പാലത്തിൽ നിന്ന് ഇടിച്ചിടാൻ ട്രക്ക് ഉപയോഗിച്ച് റെഡ് ബാർ തുടർച്ചയായി ശ്രമങ്ങൾ നടത്തി. വീണ്ടും പാലത്തിൽ വെച്ചൊരു സ്ട്രഗിൾ നടക്കുകയാണ്. ഈ സ്ട്രഗിളിനിടയിൽ ട്രക്ക് നിയന്ത്രണം വിട്ട് പാലത്തിൽ നിന്ന് താഴേക്ക് വീഴുന്ന അവസ്ഥയുണ്ടായി. തൂങ്ങിക്കിടന്ന ട്രക്കിൽ നിന്ന് കയറി വന്ന് എമിയെയും ടൈലറെയും ആക്രമിക്കാൻ റെഡ് ബാർ ശ്രമിച്ചെങ്കിലും ടൈലർ അയാളെ അടിച്ച് താഴെ വീഴ്ത്തി. പാറയിലേക്ക് വീണ അയാൾ മരണപ്പെട്ടിരുന്നില്ല. അയാൾക്ക് ജീവൻ അവശേഷിച്ചിരുന്നു. പിന്നാലെ തൂങ്ങിക്കിടന്നിരുന്ന ട്രക്ക് റെഡ് ബാറിന്റെ ദേഹത്തേക്ക് മറിഞ്ഞു വീണു. ആ നിമിഷം അയാൾ കൊല്ലപ്പെടുകയാണ്. ശത്രുക്കളൊക്കെ കൊല്ലപ്പെട്ടതും ടൈലറും എമിയും സുരക്ഷിതരായി. അവരൊന്നിച്ച് സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുന്ന പോലീസിനായി കാത്തിരിക്കുന്ന ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ ആക്ഷൻ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.